ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പള്ളിക്കര എന്ന ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നൊരു വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 15 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 4200 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി പ്ലസ് വർക്ക് ഏരിയയോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വെറും 2 വർഷത്തിൽ താഴെ മാത്രമാണ് ഈ വീട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഓണർ മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. മുഴുവനായി തേക്കിൻ തടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്ക് 15 കിലോമീറ്ററുമാണുള്ളത്. ഒത്തിരി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതും. ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റൊക്കെ കൊടുത്താണ് വീടിന്റെ ചുറ്റുമതിൽ ചെയ്തിരിക്കുന്നത്. വലിയ 2 ഫോൾഡിംഗ് ഗേറ്റുകളായിട്ടാണ് മെയിൻ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വലിയ വിശാലമായ ഒരു മുറ്റം തന്നെയാണ് ഈ വീടിനുള്ളത്. 4-5 കാറുകളൊക്കെ ഒരേ സമയം നമുക്ക് സുഖമായി ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. വാഴ, തെങ്ങ് മുതലായ പല വൃക്ഷങ്ങളും ഈ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ പ്രധാന വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. 7-8 ആളുകൾക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് സിറ്റൗട്ട് നിർമ്മിച്ചിരിക്കുന്നതും. ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി തന്നെയാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു 7 സീറ്റർ സോഫ സെറ്റ് സുഖമായി ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. വുഡൻ ഫിനിഷും LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഫാമിലി ലിവിംഗിലേക്കാണ്. ഈ ഭാഗത്തും ഒരു സോഫ സെറ്റ് ഇടാൻ ഭാഗത്തിന് തന്നെയാണ് ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തായി സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ കിച്ചണിലെ എൻട്രൻസിൽ നമുക്ക് കാണാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിണി കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് ഒരു സ്റ്റോർ റൂം കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തൊക്കെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വർക്ക് ഏരിയയിലേക്കാണ്. ഏകദേശം 20 അടിയോളം നീളം വരുന്ന അതിവിശാലമായ ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് മുഴുവനായി എല്ലാ പണികളും ഈ വീടിന്റെ വർക്ക് ഏരിയയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഗ്യാസ് സ്റ്റവും അടുപ്പും വാഷ് ബേസിനുമെല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീടിന്റെ ബെഡ്റൂമുകളൊന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. 11 അടിയിലധികം നീളം വരുന്ന വലിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് മുതൽ സീലിംഗ് വരെ മുട്ടി നിൽക്കുന്ന 4 പാളികളുള്ള വലിയ വാർഡ്രോബുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്ത് നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലെ 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ സ്റ്റെയർവേനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു മൾട്ടി പർപ്പസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റഡി ഏരിയയോ പ്രെയർ ഹാളായോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ടഫൻ ഗ്ലാസ് കൊടുത്താണ് സ്റ്റെയർവേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റുകളാണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയാണ്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 2 ബെഡ്റൂമുകളാണ് 1ാം നിലയിൽ കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 12 അടിയോളം വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കൊക്കെ നമുക്കിവിടെ കാണാം.
നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നതാണ് ഈ വീട്ടിലെ അവസാനത്തെയും 5ാമത്തെയും ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് 2 ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റോളമാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. മുഴുവൻ ഏരിയയും ഷീറ്റ് ചെയ്ത് ചുറ്റുഭാഗമെല്ലാം GI ട്യൂബുകൾ കൊണ്ട് കവർ ചെയ്താണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പാകത്തിന് വലിപ്പമുള്ളൊരു ഹോള് തന്നെയാണിത്. ഒരു യോഗ റൂമായോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ജിംനേഷ്യമൊക്കെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സുഖമായി ഈ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ മെയിൻ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. 20 അടിയോളം നീളം വരുന്ന വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്ത് ടഫൻ ഗ്ലാസ് ഇട്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 15 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റ് പ്ലസ് 1300 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,45,00,000 രൂപയാണ്. വില ചെറുതായി നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീടാരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.